ഹലോ ഫ്രണ്ട്സ്, ഞാനുള്ളത് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ ട്രിവാൻഡ്രത്താണ്. നമ്മുടെ മുന്നിലാവട്ടെ MSC ഇവ എന്ന് പറയുന്ന വലിയൊരു മദർഷിപ്പ് ഇപ്പോൾ മോറിങ്ങിൽ തന്നെയാണ്. അതുമാത്രമല്ല, കണ്ടെയ്നർ കൊണ്ട് നിറഞ്ഞ യാർഡ് പോർഷനും നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാവുന്നതാണ്. ഇനി നമുക്ക് ഡീറ്റെയിൽ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ഈ കാണുന്ന MSC ഇവയിലേക്ക് കണ്ടെയ്നർ നിറയ്ക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന യാർഡ് പോർഷൻ ഇതാ കാൻഡിലിവർ റെയിൽവേയുടെ ഗ്രാൻഡി ക്രെയിനുകളെ നമുക്ക് കാണാൻ സാധിക്കും. അതുമാത്രമല്ല, ട്രെയിലറിലെ കണ്ടെയ്നർ കൊണ്ടുപോകുന്നത് നമുക്ക് ഇവിടെ നിന്നാൽ കാണാവുന്നതാണ്. ഇതാ നമ്മൾ ഈ കാണുന്നത് 20 ഫീറ്റിൻ്റെ 2 കണ്ടെയ്നറുകൾ നമ്മളിതാ പോകുന്ന കാണാൻ സാധിക്കും. ഇതാ 40 ഫീറ്റിൻ്റെ കണ്ടെയ്നറുണ്ട്. നമ്മൾ ഈ കാണുന്ന 40 ഫീറ്റും ഈ 2 കണ്ടെയ്നർ പോകുന്നത് 20 ഫീറ്റുമാണ്. അതും ഈ ഭാഗത്തു നിന്നാൽ നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ മുന്നിലുള്ളതാവട്ടെ STS 1, 2, 3, 4, 5 ഇങ്ങനെ 5 STS ക്രെയിനാണ് നമ്മുടെ MSC ഇവയിലേക്ക് ഓപ്പറേറ്റിംഗ് നടത്തുന്നത്. നമ്മൾ ഈ കാണുന്ന STS ക്രെയിനുകളെല്ലാം തന്നെ നമ്മൾ ഈ കാണുന്ന 8 STS ക്രെയിനും, അതായത് അങ്ങേറ്റത്ത് 3 STS ക്രെയിൻ്റെ ഭൂമി ഉയർത്തിയിട്ടുണ്ട്. ഇപ്പോൾ നിൽക്കുന്ന വർക്കിങ്ങിലുള്ള STS ക്രെയിനുകളെല്ലാം ഓപ്പറേറ്റ് ചെയ്യുന്നത് നമ്മൾ ഈ കാണുന്ന വളരെ ദൂരെയായിട്ട് നമ്മൾ ഈ കാണുന്ന പോർട്ട് ഓഫ് ബിൽഡിംഗ് എന്ന് പറയുന്ന PO ബിൽഡിങ്ങിനടുത്ത് നമ്മുടെ ഓപ്പറേറ്റിംഗ് റൂമുണ്ട്. നിലവിൽ ഈ പറയുന്ന ക്രെയിൻ ഓപ്പറേറ്റിംഗ് റൂമിനകത്തിരുന്നിട്ടാണ് നമ്മൾ ഈ കാണുന്ന ക്രെയിനുകളെല്ലാം, അത് യാർഡ് ക്രെയിനുകളാവട്ടെ ഈ പറയുന്ന STS ക്രെയിനുകളാവട്ടെ. ഈ യാർഡ് ക്രെയിൻ എന്ന് പറഞ്ഞാൽ ഫുള്ളി ഓട്ടോമാറ്റിക്കും, നമ്മുടെ ഈ പറയുന്ന STS ക്രെയിൻ ആവട്ടെ സെമി ഓട്ടോമാറ്റിക് ക്രെയിനുമാണ്. ധാരാളം കണ്ടെയ്നറുകളാണ് ട്രെയിലറിലെ നമ്മുടെ ഈ കാണുന്ന ഷിപ്പിലേക്ക് പോകുന്നതിനായിട്ട് ഈ പറയുന്ന ഷിപ്പിലേക്ക് പോകുന്നത്. STS ക്രെയിൻ്റെ അടുത്ത്, യാർഡിൽ നിന്നും STS ക്രെയിൻ്റെ അടുത്തേക്ക് പോകുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. നമ്മൾ ഈ കാണുന്ന യാർഡ് പോർഷൻ നിറഞ്ഞ് കണ്ടെയ്നറിലേക്ക് നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ഈ കാണുന്ന MSCയുടെ കൈലി, MSCയുടെ ഓറിയോൺ എന്നീ മദർഷിപ്പുകളിലായിട്ട് കൊണ്ടുവന്ന കണ്ടെയ്നറാണ് ധാരാളം ഇവിടെയായിട്ട് ഈ പറയുന്ന യാർഡ് പോർഷനിലേക്ക് ഫില്ല് ചെയ്തിട്ടുള്ളത്. അതിൽ ഓരോ കണ്ടെയ്നറും ഓരോ ട്രെയിലറാക്കി, അത് 20 ഫീറ്റ് ആവട്ടെ 40 ഫീറ്റ് ആവട്ടെ, ഇങ്ങനെ നമ്മൾ ഈ കാണുന്ന പോലെ ഫില്ല് ചെയ്തതിന് ശേഷം നമ്മുടെ STS ക്രെയിൻ്റെ അടുത്തേക്ക് പോകുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. നമുക്ക് മുന്നിൽ വളരെ ദൂരെയായിട്ട് ഒരു ട്രെയിലർ ലോറി കണ്ടെയ്നറുമായിട്ട് വരുന്ന കാണാൻ സാധിക്കും. അതുമാത്രമല്ല, നമ്മൾ ഈ കാണുന്ന കാൻഡിലിവർ റെയിൻബോയുടെ ഗ്രാൻഡി ക്രെയിൻ്റെ സ്പ്രെഡർ മൂവ് ചെയ്യുന്ന കാണാൻ സാധിക്കും. അത് D01ൻ്റെ സ്പ്രെഡറാണ് മൂവ് ചെയ്യുന്നത്. നമ്മുടെ ഈ പറയുന്ന ക്രെയിൻ ഇറക്കിയ സമയത്ത് നമ്മുടെ ഈ പറഞ്ഞ സ്പ്രെഡറും നിലവിൽ ഈ പറയുന്ന ക്രെയിനുകളും, അതായത് കാൻഡിലിവർ റെയിൻബോയുടെ ക്രെയിനുകളും മൂവിങ് ചെയ്യുന്ന പഴയ വീഡിയോ നമുക്ക് ധാരാളം നമ്മുടെ ചാനലിൽ തന്നെയുണ്ട്. ഇപ്പോൾ ഓപ്പറേറ്റ് ചെയ്യുന്ന എനിക്ക് തോന്നുന്നു കാൻഡിലിവർ റെയിൻബോയുടെ ഗ്രാൻഡി ക്രെയിൻ D02 നിന്നും കണ്ടെയ്നർ നമ്മൾ ഈ പറയുന്ന ട്രെയിലർ ലോറിയിലേക്ക് വരുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. സ്പ്രെഡർ താന്നു വരുന്നു. ഈ ക്രെയിനുകളെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ PO ബിൽഡിംഗ്, പോർട്ട് ഓഫ് ബിൽഡിങ്ങിൻ്റെ അകത്തിരുന്ന് തന്നെയാണ് ഇതെല്ലാം ഓപ്പറേറ്റ് ചെയ്യുന്നത്. സ്പ്രെഡർ താന്നു വന്നതിന് ശേഷം നമ്മൾ ഈ കണ്ടെയ്നർ പിക്ക് ചെയ്യാൻ നമുക്ക് വളരെ ഈസി ആയിട്ട് കാണാൻ സാധിക്കും. അതുമാത്രമല്ല, നമ്മൾ ഈ കാണുന്ന കപ്പലിൻ്റെ അടുത്ത് കാണുന്ന STS ക്രെയിൻ്റെ ഓപ്പറേഷൻ നമുക്ക് നോക്കാം. അതാ വളരെ ദൂരെയായിട്ട് ഒരു സ്പ്രെഡർ ഒരു കണ്ടെയ്നർ ഹോൾഡ് ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കും. ഈ ഭാഗത്ത് ഓരോ കണ്ടെയ്നറും സ്പെസിഫിക് ആയിട്ടുള്ള സ്ഥലത്ത് തന്നെയാണ് ഇത് പ്ലേസ് ചെയ്യുന്നത്. നമ്മൾ ഈ പറയുന്ന പോലെ ഒരു ഓർഡർ ഇല്ലാതെ അല്ല വെക്കുന്നത്, അതാത് ഓർഡറിൽ തന്നെയാണ് വെക്കുന്നത്. ഇതിൻ്റെ ഓർഡർ ചേഞ്ച് വന്നാലും, അങ്ങനെ വളരെ വേഗത്തിൽ അങ്ങനെ എടുത്ത് വെക്കേണ്ട സാഹചര്യം വന്നാലും, നമുക്ക് വേറൊരു പോർട്ടിൽ കയറി ഓർഡർ ചേഞ്ച് കറക്റ്റ് ആക്കിയിട്ട് തന്നെ ആയിരിക്കും പോകുന്നത്. അതിന് അഡീഷണൽ ചാർജ് തന്നെ ഈടാക്കുന്നുണ്ട്. നമ്മുടെ ഈ പറയുന്ന ക്രെയിൻ ഓപ്പറേറ്റിനൊക്കെ അഡീഷണൽ ചാർജ് ഈടാക്കും. അത് കാരണം ഇപ്പോൾ നമ്മൾ എടുത്ത് വെക്കുന്നത് തന്നെ ഓർഡറോട് എടുത്ത് വെക്കാനാണ് ശ്രമിക്കുന്നത്. പക്ഷേ ഓർഡർ തെറ്റി വന്നാലും നിലവിൽ ഇത് ഓർഡർ ആക്കി വെക്കുന്നതിനും അഡീഷണൽ എക്സ്പെൻസ് ഉണ്ട്.
ഇപ്പോൾ കാണാൻ സാധിക്കുന്ന കാൻഡിലിവർ റെയിൻബോയുടെ ഗ്രാൻഡ് D01 കണ്ടെയ്നർ കറക്റ്റ് യാർഡ് പോർഷനിൽ ഫില്ല് ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. ആ പോർഷനിൽ ഫില്ല് ചെയ്തു. ഇങ്ങനെയാണ് യാർഡ് പോർഷനിൽ ഫില്ല് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന കണ്ടെയ്നറുകളെല്ലാം യാർഡ് പോർഷനിൽ 5 നിരയായിട്ട്, അതായത് ഒന്നിന് മേളിൽ ഒന്നായിട്ട് 5 കണ്ടെയ്നർ പൊക്കത്തിലാണ് ഇപ്പോൾ വെച്ച് വരുന്നത്. എനിക്ക് തോന്നുന്നു മാക്സിമം 5 or 6 ആണ്, 5 തന്നെ ആയിരിക്കും. മാക്സിമം ലെവലിലാണ് ഇപ്പോൾ വെച്ച് വരുന്നത് കാണാൻ സാധിക്കുന്നത്. ഇതാ സ്പ്രെഡർ പൊങ്ങിയിരിക്കുന്നു. ഇതാ നിലവിൽ നമ്മൾ ഈ കാണുന്ന അടുത്ത ക്രെയിൻ, അതായത് C02 എന്നും കണ്ടെയ്നർ അതാ നമ്മൾ ഈ കാണുന്ന പോലെ ട്രെയിലർ ലോറിയിലേക്ക് ലോഡ് ചെയ്യുന്ന ഇത് നമ്മുടെ കാൻഡിലിവർ റെയിൻബോയുടെ ഗ്രാൻഡ് ക്രെയിൻ അല്ലെങ്കിൽ യാർഡ് ക്രെയിനിനെ നമുക്ക് കാണാൻ സാധിക്കും. അതാ ലോറിയിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഒരു വീഡിയോയിൽ തന്നെ നമ്മൾ ഈ കാണുന്ന കണ്ടെയ്നറുകൾ പിക്ക് ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് റൂം എന്ന് പറയുന്ന റൂമിനകത്ത് കയറി നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് STS ക്രെയിൻ്റെയും യാർഡ് ക്രെയിൻ്റെയും ഓപ്പറേഷൻസ് മനസ്സിലാക്കാവുന്നതാണ്. കാണാത്തവർ ദയവായി ഒന്ന് കണ്ടു നോക്കുക. നിലവിൽ ഈ പറയുന്ന കണ്ടെയ്നർ ട്രെയിലറിൽ വെച്ച ശേഷം സ്പ്രെഡർ പൊങ്ങുന്നതായിട്ട് കാണാൻ സാധിക്കും. എനിക്ക് തോന്നുന്നൊരു 40 feet കണ്ടെയ്നറാണത്. വളരെ ദൂരെ നിന്നാണ് ഞാൻ ഈ വിഷ്വൽ ഷൂട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ പറയുന്ന STS ക്രെയിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന STS ക്രെയിൻ 3യുടെ ഒരു സ്പ്രെഡറിൽ നിന്നും കണ്ടെയ്നർ പോകുന്ന കാണാൻ സാധിക്കും. നമുക്ക് നോക്കാം. നമ്മൾ ഈ കാണുന്ന MSCയുടെ ഇവ എന്ന് പറയുന്ന ഒരു മദർഷിപ്പിലേക്ക് കണ്ടെയ്നർ കയറ്റുകയാണ്. ഇതിലെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന മദർഷിപ്പല്ല, ഇപ്പോൾ നിലവിൽ ഫീഡർ വെസലായാലും നിലവിൽ ഇവിടെ നമ്മൾ ഈ കാണുന്ന ബെർത്ത് ചെയ്തതിന് ശേഷം നമ്മുടെ കപ്പൽ ബെർത്ത് ചെയ്തതിന് ശേഷം കപ്പൽ മൂറിങ്ങിലേക്ക് പോകും. മൂറിങ് എന്ന് പറഞ്ഞാൽ ഞാൻ ഒന്നുകൂടി അറിഞ്ഞുകൂടാത്തവർ കാണിച്ചിട്ട് നമ്മൾ ഈ കാണുന്ന പോലെ നമ്മൾ ഈ ടഗ് ബോട്ടിൻ്റെ അടുത്ത് തന്നെ നമ്മൾ ഹെവി റോപ്പ് ഉപയോഗിച്ച് കപ്പലിനെ അനങ്ങാൻ പറ്റാത്ത രീതിയിൽ ടൈ ചെയ്ത് പോർട്ടിനകത്ത് നിർത്തും. കാരണം ഈ കണ്ടെയ്നർ എടുക്കുമ്പോൾ കപ്പൽ അനങ്ങാൻ പാടില്ല. അത് കാരണം ടൈ ചെയ്ത് നിർത്തും. ഈ പറയുന്ന ഹെവി റോപ്പ് ഉപയോഗിച്ചാണ് ടൈ ചെയ്ത് നിർത്തുന്നത്. അതിനെ അവസാനമായിട്ട് നമ്മൾ ഈ ടഗ് ബോട്ടിൻ്റെ ഒരു ഹൈ പ്രഷർ കൊണ്ട് നിലവിൽ റോപ്പിനെ വലിച്ചു കെട്ടി ഈ പറയുന്ന കപ്പലിനെ, ഇതിപ്പോൾ ഇവയാവട്ടെ സാൻ ഫെർണാണ്ടോ ആവട്ടെ ഏത് കപ്പലായാലും അത് അനങ്ങാൻ പറ്റാതെ ടൈറ്റാക്കി നിർത്തിയതിന് ശേഷം നമ്മൾ ഈ കാണുന്ന STS ക്രെയിൻ ഉപയോഗിച്ച് കണ്ടെയ്നറുകൾ, നമ്മൾ ഈ കാണുന്ന പോലെ കണ്ടെയ്നറുകൾ നമ്മളെ ട്രെയിലർ ലോറി താഴെ കാണും. ഓരോ കണ്ടെയ്നറായിട്ട് ട്രെയിലർ ലോറിയിൽ വെക്കുക. അവിടെ നിന്നും ഇപ്പോൾ നമുക്ക് നമ്മൾ ഈ കാണുന്ന പോലെ ഒരു കണ്ടെയ്നർ അതാ ഇറങ്ങി വരുന്നത് കാണാൻ സാധിക്കും. ഉണ്ടോ, സ്പ്രെഡറിൽ ഇറങ്ങി വരുന്നുണ്ട്. ഈ പറയുന്ന കണ്ടെയ്നർ പിക്ക് ചെയ്യുന്ന പോർഷനെ സ്പ്രെഡർ എന്നാണ് പറയുക. ഇതാ നമുക്ക് കാണാൻ സാധിക്കും. ഇതാ തൊട്ട് താഴെ ഒരു ട്രെയിലർ ലോറിയുമുണ്ട്. ഇതാ താഴേക്ക് ഇറങ്ങി വരുന്നു. വളരെ ദൂരെ നിന്ന് ഷൂട്ട് ചെയ്യുന്ന കാരണം വിഷ്വൽ അത്ര ക്ലിയർ ആയിട്ട് കിട്ടണമെന്നില്ല. ഇതാ നമ്മൾ കണ്ടതാ ഇതാ ഇറങ്ങി വരുന്നു. ഉണ്ടോ, ഇതുപോലെ ട്രെയിലർ ലോറിയിലാക്കിയ ശേഷം ഈ ലോറി നേരെ നമ്മൾ ഈ കാണുന്ന യാർഡ് പോർഷനിലേക്ക് പോകും. ഇതാ നമ്മൾ ഈ കാണുന്നതാണ് യാർഡ് പോർഷൻ. അത് നമ്മൾ ഈ കാണുന്ന ഈ പറയുന്ന ബെർത്തിന് പേരലായിട്ടാണ് എപ്പോഴും യാർഡ് പോർഷൻ വരിക. ഈ യാർഡ് പോർഷനിലെത്തിയ ഈ യാർഡ് പോർഷൻ്റെ ഓരോ ഭാഗത്തും നമ്മൾ തന്നെ ഡീറ്റെയിൽ ആയിട്ട് യാർഡ് പോർഷൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട്. യാർഡ് പോർഷൻ്റെ ഇടയ്ക്കുള്ള ലോറി പോകേണ്ട ഈ ട്രെയിലർ പോകേണ്ട റോഡുകൾ ഇതെല്ലാം വ്യക്തമായിട്ടുണ്ട്. അത് മാത്രമല്ല നമ്മൾ ഈ കാണുന്ന യാർഡ് ക്രെയിനുകൾ ലോറി വരുന്നതിന് നിലവിൽ ഒരു സ്കാനർ സിസ്റ്റം ഉണ്ട്. അതായത് ഏതൊക്കെ നമ്പർ ബേസിൽ ഏതൊക്കെ ലോറികളാണ് ഏത് സമയത്ത് വരുന്നത് ഇതെല്ലാം ഒരു മൊത്തം സ്കാനിങ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ക്രെയിനുകളെ ഫുള്ളി ഓട്ടോമാറ്റിക് ക്രെയിൻ എന്ന് പറയുന്നത്. അതുപ്രകാരം ഈ ട്രെയിലർ ലോറികളെല്ലാം യാർഡ് ക്രെയിനകത്ത് പ്രവേശിച്ചതിന് ശേഷം യാർഡ് പോർഷനകത്ത് പ്രവേശിച്ചതിന് ശേഷം നമ്മുടെ ഈ കാണുന്ന യാർഡ് ക്രെയിനുകൾ ഉപയോഗിച്ച് ഇപ്പോൾ ഞാൻ കാണിച്ചിട്ടുണ്ട് സ്പ്രെഡറെല്ലാം ഓരോ സ്പ്രെഡറെ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ഈ മുന്നിൽ കാണുന്ന എനിക്ക് തോന്നുന്നു A സീരീസിൽപ്പെട്ട, അതായത് ഈ സീരീസിലെ ക്രെയിനുകൾ നിരയാണ്. ഓരോ നമ്പരും നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ ജസ്റ്റ് CRMG A01 ആണ് നമ്മുടെ മുന്നിലുണ്ടോ, A01, ഇനി B01, C01, C01, D01, അങ്ങനെ 5 സീരീസിലുള്ള ക്രെയിനുകൾ, E01, അങ്ങനെ 5 സീരീസിലുള്ള ക്രെയിനുകളാണ് നമുക്ക് മുന്നിലുള്ളത്. ഇതിൻ്റെ ബാക്കിൽ ഓരോന്നും ഓരോ സീരീസ്, ഈ സീരീസിൽ തന്നെ 2, 3 അങ്ങനെ ഓരോ സീരീസിലുണ്ട്. അപ്പോൾ ഇവിടെ എത്തുന്ന ഈ പറയുന്ന യാർഡ് ലോറി, നമ്മളെ കണ്ടെയ്നറിൽ മാറ്റുന്ന ലോറികളെ നമ്മുടെ യാർഡ് ക്രെയിൻ ഉപയോഗിച്ച്
കണ്ടെയ്നർ പിക്ക് ചെയ്ത് നമ്മൾ ഈ യാർഡ് പോർഷനിൽ നിരയായി ഇങ്ങനെ നിരത്തി ഒന്നിന് മേളിൽ ഒന്നായിട്ട് നിരത്തി വെക്കുന്നത്. അതും ഒരു ഓർഡറിൽ തന്നെയാണ്, ചുമ്മാ എന്തെങ്കിലും വന്ന് നിരത്തി വെക്കുന്നതല്ല, കറക്റ്റ് ഓർഡറാണ്. കാരണം ഈ കണ്ടെയ്നറെല്ലാം ഓരോ രാജ്യത്ത് പോകേണ്ടതാണ്. അപ്പോൾ നമ്മൾ ഈ സിമ്പിളായിട്ട് അത് അടുക്കി വെക്കുന്നതല്ല, ഓരോന്നും ഓരോ കോഡ് കാണും, കണ്ടെയ്നർ കോഡ് കാണും, സ്കാനിങ് കോഡ് കാണും. അത് പ്രകാരം ഇത് അടുക്കി വെക്കുന്നു. ഇത് അടുക്കി വെച്ചതിന് ശേഷം ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഒരു മദർ വെസലാണെന്ന് കരുതുക. മദർ വെസൽ തന്നെയാണിത്. ഈ മദർ വെസലിലേക്ക് കണ്ടെയ്നർ അൺലോഡ് ഇത് ഡിസ്ചാർജ് ചെയ്തതിന് ശേഷം അടുത്തൊരു ഫീഡർ വെസൽ വരുമ്പോൾ ഏതൊക്കെ രാജ്യത്ത് ഫീഡർ വെസൽ പോകുന്നത്, ചിലപ്പം നിലവിൽ കൊളംബോ, സിംഗപ്പൂർ, ഇങ്ങനെ 3-4 പോർട്ടിലേക്ക് പോകണമെങ്കിൽ അതിനനുസരിച്ച് ആദ്യം കൊളംബോയിലേക്ക് പോകുന്ന കണ്ടെയ്നറുകൾ ആദ്യം എടുക്കാനും സിംഗപ്പൂരിലേക്ക് പോകുന്ന കണ്ടെയ്നർ തൊട്ട് താഴെയും അങ്ങനെ ക്രമീകരിച്ചാണ് ഇത് വെക്കുന്നത്. ഇനി ചിലപ്പോൾ കൊളംബോയിൽ പോയിട്ട് ചിലപ്പോൾ അത് റീഅറേഞ്ച് ചെയ്ത് മാറ്റി വയ്ക്കും. ഇങ്ങനെ റീഅറേഞ്ച് ഓരോ മാറ്റത്തിനും നമ്മുടെ ഈ പറയുന്ന പോർട്ടിലെ ഇത് ഈ പറയുന്ന ക്രെയിൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ചാർജസ് ഈടാക്കുന്നുണ്ട്. അപ്പോൾ മാക്സിമം ചാർജസ് ഒഴിവാക്കാൻ വേണ്ടി മാക്സിമം കറക്റ്റ് ചെയ്തായിരിക്കും ഇതെല്ലാം വെക്കുന്നത്. എന്നാലും ഇത്രയും വലിയൊരു, ഞാൻ പറഞ്ഞില്ല, ഇത്രയും വലിയൊരു ലോകത്തിലെ ഏറ്റവും വലിയൊരു നെറ്റ്വർക്കാണ് നമ്മുടെ ഈ പറയുന്ന മറൈൻ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്, ഷിപ്പിംഗ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഇത് നിലച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ അറിയാം, നമ്മുടെ ചെങ്കടലിലുണ്ടായ ഹൂതികളുടെ ആക്രമണത്തിൽ പല രാജ്യങ്ങളും സാമ്പത്തിക നില വരെ ലോകരാഷ്ട്രങ്ങൾ തകർന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നിലവിൽ ഈ ഓരോ കണ്ടെയ്നറും കയറ്റുന്നത് വളരെ നിസ്സാരമായിട്ടുള്ള അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യം കൊടുത്ത് തന്നെയാണ് ഓരോ കണ്ടെയ്നറും കയറ്റുന്നത്. അപ്പോൾ ഓരോ കണ്ടെയ്നറും ചെറിയൊരു ചേഞ്ച് വരുന്നതുകൂടി ചാർജസ് പോർട്ടുകൾ ഈടാക്കുന്നുണ്ട്. അപ്പോൾ മാക്സിമം ചാർജസ് ഒഴിവാക്കാൻ വേണ്ടിയായിരിക്കും അവർ ചെയ്യുക. എന്നാലും എത്ര വന്നാലും നമുക്ക് പിന്നെയും ഈ ഒരു ചേഞ്ചസിനനുസരിച്ച് മാറ്റങ്ങൾ വരേണ്ടി വരും. ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ള നമ്മൾ ഈ കാണുന്ന പോലെ 20 ഫീറ്റിൻ്റെ 2 കണ്ടെയ്നർ കൊണ്ടുപോകുന്ന ട്രെയിലർ ലോറി നമുക്ക് കാണാൻ സാധിക്കും. കേട്ടോ, ഇതാ നമുക്ക് കാണാൻ സാധിക്കും, ഇതാ പോകുന്നുണ്ട്. ഇപ്പോൾ അവിടെ എത്തി. അതുപോലെ തന്നെ ധാരാളം ട്രെയിലർ ലോറിയിലാണ് കണ്ടെയ്നർ വളരെ വേഗത്തിലാണ് നമ്മുടെ ഈ പറയുന്ന ഷിപ്പിൻ്റെ അടുത്തെത്തുന്നത് തന്നെ. നമ്മൾ ഈ ടേൺ അറൗണ്ട് ടൈം എന്ന് പലരായിട്ട് ചോദിക്കുന്ന ആ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇതിലെല്ലാം ഉണ്ട്. അതായത് കപ്പൽ വന്ന് പോർട്ടിൽ ബെർത്ത് ചെയ്യും, നമ്മുടെ പോർട്ടിന് പുറത്തു നിന്നും നമ്മുടെ ഈ പോർട്ടിൽ വന്ന് ബെർത്ത് ചെയ്ത് ഈ പറയുന്ന STS ട്രെയിനുകൾ ഉപയോഗിച്ച് കണ്ടെയ്നർ അൺലോഡ് ചെയ്ത് നമ്മളെ ഈ പറയുന്ന ട്രെയിലർ ലോറിയിലാക്കി യാർഡ് പോർഷനിൽ വന്ന് യാർഡ് ട്രെയിനുകൾ അത് ഉപയോഗിച്ച് യാർഡ് പോർഷനിൽ ഫില്ല് ചെയ്തതിന് ശേഷം അത് തിരിച്ചും ഇതേ പ്രോസസ്സിൽ യാർഡ് ട്രെയിനുകൾ ഉപയോഗിച്ച് ട്രെയിലറിലാക്കി ഈ പറഞ്ഞ STS ട്രെയിനിൻ്റെ അടുത്ത് എത്തിച്ച് ഈ പറയുന്ന കപ്പലിൽ കണ്ടെയ്നറുകൾ ലോഡ് ചെയ്ത് വെക്കുന്നത് വരെ ഇതെല്ലാം ഈ നമ്മളെ പോർട്ടിൻ്റെ എഫിഷ്യൻസി തന്നെയാണ് നമ്മൾ ഈ ടേൺ അറൗണ്ട് ടൈം പെടുത്തുന്നത്. അത് ഈ പോർട്ടിലെ എല്ലാ അർത്ഥത്തിലും പോർട്ടർ 100% എഫിഷ്യൻ്റ് ആറ്റാൽ മാത്രമേ നമ്മളെ ടേൺ അറൗണ്ട് ടൈം നമുക്ക് ബെറ്റർ ആക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ടേൺ അറൗണ്ട് ടൈം ഒരു നിസ്സാര ഒരു സംഭവമല്ല. ലോകരാഷ്ട്രങ്ങളുടെ ഇടയിൽ പോർട്ടിൻ്റെ എഫിഷ്യൻസി, ഏത് പോർട്ടാണ് എഫിഷ്യൻസി കൂടിയ പോർട്ട് എന്ന് തന്നെ വിലയിരുത്തുന്ന ഒരു പോർഷൻ തന്നെയാണ് ഈ പറയുന്ന ടേൺ അറൗണ്ട് ടൈം എന്ന് പറയുന്നത് തന്നെ. ഇതായിപ്പോൾ നമുക്ക് 20 ഫീറ്റ് കണ്ടെയ്നറാണ് ധാരാളം നമ്മൾ ഈ കാണുന്ന MSC ഇവയിലേക്ക് പോകുന്നത്. 40 ഫീറ്റും പോകുന്നെങ്കിൽ നിലവിൽ നമ്മളിപ്പോൾ കണ്ടതെല്ലാം 20 ഫീറ്റിൻ്റെ കണ്ടെയ്നറിലാണ്. രാത്രി മുതലേ ലോഡ് ചെയ്യുന്നുണ്ട്. നമ്മളാകെ ഒരു 10 മിനിറ്റ് മാത്രമേ കാണുള്ളൂ, നമ്മൾ കാണുന്നത് മാത്രമാണ് പറയുന്നത്. പക്ഷെ അങ്ങനെ ആയിരിക്കില്ല. എന്നാലും ധാരാളം കണ്ടെയ്നറിലാണ് നമ്മുടെ ഈ പറയുന്ന യാർഡ് പോർഷനിലുള്ളത്. അത് കൊണ്ടുപോകാൻ വേണ്ടി ധാരാളം ഈ പറയുന്ന 6ഓളം ഷിപ്പുകളാണ് വിഴിഞ്ഞം പോർട്ടിലേക്ക് ചാർട്ട് ചെയ്തിട്ടുള്ളത്. ഓരോ ദിവസവും ഓരോന്നും വളരെ ഫാസ്റ്റായിട്ട് തന്നെ എത്തും. ഈ MSC ഇവ വന്നപ്പോൾ നമ്മൾ ആഴിമല ക്ഷേത്രത്തിൻ്റെ അവിടെ നിന്നിട്ടാണ് വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അതൊരു വ്യത്യസ്ത ഒരു വീഡിയോ. പക്ഷേ സൗണ്ട് എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ടായി, നമ്മൾ സംസാരിക്കുമ്പോൾ സൗണ്ട് കുറച്ച് ക്ലിയർ അല്ല. കാരണം വലിയ കാറ്റാണ് അവിടെ, ഭയങ്കര കാറ്റാണ്. അപ്പോൾ നമുക്ക് പറയുന്ന കുറച്ച് വ്യക്തമായിട്ട് അറിയാൻ സാധിക്കില്ല. എന്നാലും നിങ്ങൾ തരുന്ന ആ സപ്പോർട്ട് തന്നെയാണ് നമ്മുടെ പിന്നെയുമുള്ള പുതിയതായിട്ട് വീഡിയോ എടുക്കാനും പുതിയ കപ്പൽ നമ്മുടെ പോർട്ടിലേക്ക് വരുമ്പോൾ നമുക്കുള്ള ക്യൂരിയോസിറ്റി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന വിഴിഞ്ഞത്തെ സ്നേഹിക്കുന്നതും ചില സമയത്ത് ഇതെല്ലാം ലൈവ് റെക്കോർഡിംഗ് ആണ്. ചില സമയത്ത് ലൈവ് റെക്കോർഡിംഗ് ചെയ്യാൻ സമയത്ത് ചില കാര്യങ്ങളൊക്കെ തെറ്റിപ്പോവും, അതുകൊണ്ട് വരുന്നതാണ്. പക്ഷേ ഓരോ കമൻറ്റിലൂടെയും നിങ്ങളത് തിരുത്തുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ചെറിയൊരു പോയിന്റ് കൂടി നിങ്ങളത് നോട്ട് ചെയ്യുന്നുണ്ടല്ലോ, അത് തന്നെ വലിയ സന്തോഷം. ഇനിയും ഞാനത് പ്രതീക്ഷിക്കുന്നു. ചെറിയൊരു പോയിന്റ് തെറ്റിയാലും തീർച്ചയായിട്ടും മെസ്സേജായിട്ട് അയയ്ക്കുക. അത് എനിക്ക് മനസ്സിലാവുന്നതോടൊപ്പം എനിക്ക് തെറ്റിപ്പോയതായാലും നമ്മുടെ ഈ വ്യൂ കാണുന്നവർക്ക് എല്ലാവർക്കും ആ ഒരു പോയിന്റ്, ചെറിയൊരു പോയിന്റ് ആയാലും മനസ്സിലാവാൻ ചാൻസ് വളരെ കൂടുതലാണ്.
കാരണം നമുക്കാർക്കും ഈ പറയുന്ന പോർട്ട് റിലേറ്റഡ് ആൾക്കാരെല്ലാം ഞാൻ ഉൾപ്പെടെ അത് തുറന്ന് പറയുന്നതിന് എനിക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല. പോർട്ട് റിലേറ്റഡ് ആളല്ല ഞാൻ. അപ്പോൾ നമ്മൾ ഈ വീഡിയോ കാണുന്നവർ പലരും പോർട്ട് റിലേറ്റഡ് ആൾക്കാർ തന്നെയായിരിക്കും. അപ്പോൾ നമുക്ക് ഈ കാണുന്ന ചെറിയ തെറ്റുകൾ അവർ നമുക്ക് അത് ക്ലിയർ ചെയ്ത് തന്നു കഴിഞ്ഞാൽ ഈ വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും അതൊരു ഉപകാരം തന്നെയായിരിക്കും. നമ്മുടെ വിഴിഞ്ഞം പോർട്ട് വന്നതോടുകൂടിയാണ് നമുക്ക് ഈ പോർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പല എക്യുപ്മെൻറ്റ്സും നമ്മൾ ഈ കാണുന്ന STS ക്രെയിൻ ആവട്ടെ, നമ്മുടെ ഈ പറഞ്ഞ കാൻഡിലിവർ റെയിൻ മൗണ്ട് ക്രെയിൻ ആവട്ടെ, നമ്മുടെ മുന്നിൽ നിൽക്കുന്ന വളരെ ദൂരെയായിട്ട് പോയിക്കൊണ്ടിരുന്ന ഈ പറയുന്ന ഷിപ്പുകളാവട്ടെ, നമുക്കടുത്ത് വരുമ്പോൾ നമ്മൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ എടുക്കുന്നതും നമുക്ക് അതിനോട് ഏറ്റവും കൂടുതൽ സ്നേഹം തോന്നുന്നതും നമ്മുടെ സ്വന്തം വിഴിഞ്ഞം ട്രാൻസ്പോർട്ടർ വേണ്ടത്തും വന്നതുകൊണ്ടാണ്. അത് എൻ്റെ മാത്രമല്ല, നമ്മളീ കാണുന്ന എല്ലാവരുടെയുമാണ് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ട്. ഫ്രണ്ട്സ്, ഇതാണ് നമ്മളീ കാണുന്ന യാർഡ് പോർഷനിലെ കണ്ടെയ്നർ നമ്മുടെ ലോറിയിൽ ഫില്ല് ചെയ്യുന്നതും. അത് നിലവിൽ ഇപ്പോൾ നമ്മളീ കാണുന്ന പോലെ ഇത് കാൻഡിലിവർ റെയിൻ മൗണ്ട് ഗ്രാൻഡ് ക്രെയിൻ അല്ലെങ്കിൽ യാർഡ് ക്രെയിൻ ഒരു കണ്ടെയ്നർ നമ്മുടെ ഈ കാണുന്ന ഒരു ട്രെയിലറിലാക്കുന്ന കാണാൻ സാധിക്കും. ഉണ്ട് ട്രെയിലർ ലോറിയിലാക്കുന്നുണ്ട്. ഫസ്റ്റ് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ധാരാളം ഈ പറയുന്ന കാൻഡിലിവർ റെയിൻ മൗണ്ട് ഗ്രാൻഡ് ക്രെയിൻ്റെ എഫിഷ്യൻ ടെസ്റ്റൊക്കെ നടക്കുന്ന സമയത്തൊക്കെ വളരെ ആശ്ചര്യത്തോടെയാണ് നമ്മൾ നോക്കി ഒരു ക്രെയിന് ഫുള്ളായിട്ട് നമുക്ക് തൊട്ടടുത്ത ആളില്ലാതെ തന്നെ വളരെ ഫാസ്റ്റായിട്ട് നമ്മൾ ഈ കാണുന്ന 2 പാളത്തിലൂടെ മൂവ് ചെയ്ത് നീങ്ങുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് വളരെയധികം സന്തോഷമുള്ള നിമിഷം തന്നെയായിരുന്നു അത്. അതുമാത്രമല്ല, അത് എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്നുകൂടി ഞാൻ അടുത്ത് നിന്ന് പലരുടെയും ചോദിച്ചു. ഞാൻ ഏറ്റവും ഈ പറയുന്ന പോർട്ടിനകത്ത് കയറി, നമ്മൾ യാർഡ് പോർഷനകത്ത് കയറി ഈ പറയുന്ന യാർഡ് ക്രെയിനുകൾ അടുത്ത് നിന്ന് വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനകത്തുണ്ട് ആ വീഡിയോസ് എല്ലാം. ഇപ്പോൾ സ്പ്രെഡർ കണ്ടെയ്നർ റിലീസ് ചെയ്ത ശേഷം ഈ ലോറി മുന്നോട്ട് പോകും. ഇതെല്ലാം പോകുന്ന ഇവിടത്തേക്ക് തന്നെയാണ്, നമ്മുടെ STS ക്രെയിൻ്റെ ഈ പോർഷനിലേക്കാണ്. 13.9 മീറ്റർ ആയിരുന്നു നിലവിൽ വന്നപ്പോൾ ഡ്രാഫ്റ്റ്. ഇനി കപ്പൽ പോകുമ്പോൾ എത്രയാണ് ഡ്രാഫ്റ്റ് നമുക്കറിയില്ല. ഇപ്പോൾ കണ്ടെയ്നർ ലോഡിങ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ ഈ വന്ന സമയത്ത് നമ്മൾ ഈ കണ്ട കുറേ പോർഷൻസ്, അതായത് നമ്മൾ ഈ ഡെക്ക് പോർഷൻ, ഈ കണ്ടെയ്നർ നിരയായി നിരത്തി വയ്ക്കുന്ന ഡെക്ക് പോർഷൻസ് കുറേയൊക്കെ വേക്കൻ്റ് ആയിരുന്നു. നമ്മൾ ഇപ്പോഴും ഏതാണ്ടൊക്കെ വേക്കൻ്റ് ആയിരുന്നു. ആ ഭാഗമൊക്കെ ഏതാണ്ട് ഫില്ലായി വരുന്നുണ്ട്. ഈ ബാക്ക് പോർഷനെ കുറേ വേക്കൻ്റ് ആയിരുന്നു, അതെല്ലാം ഫില്ലായി വരുന്നുണ്ട്. പക്ഷേ നിലവിൽ ഈ പറയുന്ന ഷിപ്പ് ഇവിടുന്ന് പോകുമ്പോൾ നമുക്കിതിൻ്റെ ഡ്രാഫ്റ്റ് നോക്കിയാണ് നമുക്ക് എത്രത്തോളം കണ്ടെയ്നർ ഉദ്ദേശം നമുക്കിതിനകത്ത് കയറിയിട്ടുണ്ട് എന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഷിപ്പിൻ്റെ ഡ്രാഫ്റ്റ് നോക്കിയിട്ട് ആണ് നമുക്ക് ഏകദേശം അറിയാൻ സാധിക്കുന്നത്. ഇനി എപ്പോഴെങ്കിലും പോർട്ടിനകത്ത് കയറാൻ സാധിച്ചാൽ കുറച്ചുകൂടി വ്യക്തമായിട്ടുള്ള കണ്ടെയ്നർ മൂവ്മെൻറ്റിൻ്റെ വീഡിയോ ഞാൻ എടുക്കുന്നതായിരിക്കും. ഫ്രണ്ട്സ്, ഇതാണ് ആ ചെറിയൊരു വീഡിയോ. ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലി മെമ്പറിൽ ഒരു അംഗമായി കഴിഞ്ഞാൽ ഞാനിടുന്ന ഓരോ വീഡിയോയും ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫ്രണ്ട്സ്.